നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കന്നി, തുലാം എന്നീ രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ് ചിത്തിര. 1ഉം 2ഉം പാദങ്ങൾ കന്നിക്കൂറിലും 3ഉം 4ഉം പാദങ്ങൾ ചിത്തിര തുലാം രാശിയിലുമാണ് വരുന്നത്. ചിത്തിര നക്ഷത്രത്തെ ചിത്ര നക്ഷത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാരെക്കാൾ തുലാക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാധിക്യം ഉണ്ടാകുന്ന വർഷമാണ്. ന്യായമായിട്ടുള്ള അഭീഷ്ടങ്ങൾ നേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മത്സരങ്ങളിൽ വിജയശ്രീ ലാളിതരാകുന്നതാണ്. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്നതാണ്. സംരംഭകാര്യങ്ങളിൽ സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കുന്നതാണ്. പൊതുവെ ഭാഗ്യ പുഷ്ടിയുള്ള കാലമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് 2026. പല വഴികളിലൂടെയും ധനാഗമം ഉണ്ടാകുന്നതാണ്. വിഘ്നങ്ങളെയൊക്കെ മറികടന്ന് പ്രണയിക്കുന്നവർക്ക് ഒന്നാമകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. തുലാക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് 5ആം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉണ്ടാക്കാം. 6ആം ഭാവത്തിലെ ശനി രോഗശാന്തി നൽകുന്നതുമാണ്. കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളിൽ പോരാടി മുന്നേറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഉന്മേഷത കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നിസ്സംഗതയൊക്കെ തോന്നിയേക്കാം. വീടൊക്കെ പുതുക്കാനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ തടസ്സം വന്നേക്കാം. വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. പ്രണയകാര്യത്തിലൊക്കെ ഉദാസീനതയും ഉണ്ടാകാം. വിവാഹ കാര്യങ്ങളിലൊക്കെ കാലതാമസം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ആരോഗ്യപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ ആദ്യ പകുതിയിൽ നല്ല ധനലാഭവും വീട്, വാഹനം എന്നിവ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ 2ആം പകുതി സന്താന ഭാഗ്യത്തിനും വിദ്യാ പുരോഗതിക്കും വിവാഹത്തിനും അനുകൂലമാണ്. തുലാക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ആരോഗ്യപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. 2ആം പകുതിയിൽ സന്താന ഭാഗ്യം, വിദ്യാ പുരോഗതി എന്നിവയ്ക്കും സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. ചിത്തിര നക്ഷത്രക്കാർ ചൊവ്വാദശയിലാണ് ജനിക്കുക. ഏകദേശം 3 വയസ്സ് വരെയാണ് ചൊവ്വാദശ. അതിനെ തുടർന്ന് ഏകദേശം 21 വയസ്സ് വരെ രാഹുദശയും, ഏകദേശം 37 വയസ്സ് വരെ വ്യാഴദശയും, ഏകദേശം 56 വയസ്സ് വരെ ശനിദശയും, ഏകദേശം 73 വയസ്സ് വരെ ബുധദശയുമാണ്. ഇപ്പോൾ രാഹുദശയും ശനിദശയും ഒക്കെ നടക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂലപ്രദമായിട്ടുള്ള സമയമാണ്. മറ്റുള്ളവർ ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ ചിത്തിര നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.